വടക്കൻ ജപ്പാനിലെ ഒരു ഉപദ്വീപിൽ 238 പേരുടെ മരണത്തിനിടയാക്കുകയും റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തുകയും ചെയ്ത ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരിതത്തിലായിരിക്കുന്നവരെ സഹായിക്കാൻ കൈകോർത്ത് ജപ്പാനിലെ കത്തോലിക്ക സഭ ജനത്തിന് തങ്ങളുടെ സാമീപ്യം അറിയിച്ചുകൊണ്ട് ഈ ദുരിതം തങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുകയാണ് എന്ന് നിഗറ്റയിലെ ബിഷപ്പും ജപ്പാനിലെ കാരിത്താസ് സംഘടനയുടെ പ്രസിഡന്റുമായ ബിഷപ്പ് ഡേസുഗെ നരുയി വെളിപ്പെടുത്തി. ഞങ്ങൾ ഒരുമിച്ച് കഷ്ടപ്പെടുന്നു, ഒരുമിച്ച് കരയുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രാദേശിക ജനങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്നു. ദുരന്ത സമയത്ത് കത്തോലിക്ക സഭയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രാദേശിക ജനങ്ങളുമായി ചേർന്ന് നടത്തണമെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നുവെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ഭൂകമ്പത്തിൽ ഏകദേശം 1200 പേർക്ക് പരിക്കേറ്റു. വസ്തുവകകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിൻ്റെ ഫലമായി ഏകദേശം 14,000 പേർ പലായനം ചെയ്തു. 44,000 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ നശിച്ചിട്ടുണ്ട്. കൂടാതെ 40,000 വീടുകൾ നിലവിൽ വെള്ളമില്ലാത്ത അവസ്ഥയിലുമാണ് ഉള്ളത്.